ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യത്തേത് ഫൈറ്റർ എന്ന ഹൃതിക് റോഷന്റെ സമീപകാലത്തെ ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം തിയേറ്ററുകളിലെ കൃത്യം 11 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞായറാഴ്ച കണക്കുകളോടെ 300 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. ഇപ്പോഴത്തെ 302 കോടി രൂപയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും 151 കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 217 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. 85 കോടിയോളം രൂപയാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ 302 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഫൈറ്റർ കളക്ഷൻ 400 കോടി കടന്ന് 500 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയാണ് ഫൈറ്റർ. അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ കാത്തിരുന്ന ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജയറാമിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത അബ്രഹാം ഓസ്ലർ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 22 കോടി 25 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 39 കോടി 60 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തപ്പോൾ 50 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ നിസ്സാരമായിട്ട് സിനിമ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. എങ്കിൽ പോലും ആ റേഞ്ചിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും ജയറാമിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ അതോടൊപ്പം തന്നെ മികച്ച കളക്ഷൻ തന്നെ ഓസ്ലർ നേടിയെടുത്തിരിക്കുകയാണ്. നേര് എന്ന സിനിമ ആ സിനിമയുടെ 50 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. 32-ാം ദിവസം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്ത സിനിമ 50-ാം ദിവസം ഇപ്പോഴത്തെ കൊച്ചി PVR ലുലു തിയേറ്ററിൽ ഓടുന്നുണ്ട് എന്നാണ് നമുക്ക് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിൽ 50 ദിവസം തികച്ച ലാലേട്ടന്റെ നേര് എന്ന സിനിമ ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയെടുത്ത സിനിമകളിൽ ഒന്നാണല്ലോ. കേരളത്തിൽ നിന്ന് 47 കോടി 74 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 5 കോടി 55 ലക്ഷം, 32 കോടി 40 ലക്ഷം ഓവർസീസ് കളക്ഷൻ എന്നിങ്ങനെ കളക്ഷൻ നേടിയെടുത്ത സിനിമ 85 കോടി 70 ലക്ഷമാണ് ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് നിലവിൽ നീര്. ഇതേപോലൊരു കോർട്ട് റൂം ഡ്രാമ സിനിമയിൽ മോഹൻലാൽ അല്ലാതെ വേറെ ഏത് താരം അഭിനയിച്ചാലും ബോളിവുഡിൽ ഏത് നടൻ അഭിനയിച്ചാലും ഇതിന്റെ പകുതി പോലും കളക്ഷൻ ലഭ്യമാകുമോ എന്ന സംശയമാണ്. എങ്ങനെ നോക്കിയാലും നേരിൻ്റെത് വേറെ ലെവൽ വിജയമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നേരിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു.